മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മഴമുത്തശ്ശി നനയും മഴവിൽ നിറമാണെന്റെ നിറം. തുമ്പി തുളച്ചൊരു കാട്ടുമുളം തണ്ടെന്റെ സ്വരം പാടുന്നു. എന്റെ സ്വരം പാടുന്നു. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. പഠനം ജീവിതഗന്ധിയാക്കിയ ഒരു വിദ്യാലയം. ഇത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിനടുത്ത് കുറുമാത്തൂർ പഞ്ചായത്തിലെ പൂമംഗലം UP സ്കൂളിൽ ഒരു പ്രഭാതത്തിലെ അസംബ്ലി. ഇവിടെ പ്രാർത്ഥനാഗീതത്തിന് ശ്രുതിമീട്ടുന്നത് തേനീച്ചകൾ. സ്വാതന്ത്ര്യദിനം പോലെയുള്ള ആഘോഷ ദിവസങ്ങളിൽ മിഠായിക്കും ലഡ്ഡുവിനും പകരം ഇവിടുത്തെ കുരുന്നുകൾക്ക് വിതരണം ചെയ്യുന്നത് ഉള്ളം കൈകളിൽ ഇത്തിരി മധുരം. ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങളുടെ സന്ദേശം. തേനീച്ചകളെപ്പോലെ തന്നെ പൂമംഗലം UP സ്കൂളിലെ കുട്ടികളും ലോകസമക്ഷം കർമ്മതർപ്പണമാക്കുകയാണ് ഈ സന്ദേശം. ദേശീയ ഹരിതസേനയാണ് ഈ സംരംഭത്തിന് വഴിയൊരുക്കുന്നത്. വെറുതെ ഇരിക്കുവാനറിയാത്തവർ ചെറുതേനീച്ചകൾ ഞങ്ങളീ മണ്ണിന്റെ ഹൃദയം കവർന്നവർ. കാവുകളിൽ കാടുകളിൽ മലയടിവാരങ്ങളിൽ മധുതേടി അലയുന്ന തേനീച്ചകൾ, ചെറുതേനീച്ചകൾ. കരിപ്പാൽ സ്കൂളിലെ ശ്രീ MV ജനാർദ്ദനൻ മാസ്റ്ററുടെ രചനയിലും ഈണത്തിലുമുള്ള തേനീച്ച ഗീതകങ്ങൾ തേനീച്ചകളുടെ മൂളൽ പോലെ തന്നെ കുട്ടികളുടെ ചുണ്ടുകളിലും സദാ തത്തിക്കളിക്കുന്നു. പൂമംഗലത്തെ തേനീച്ച കൃഷിയുടെ പ്രചോദനത്താൽ ജന്മമെടുത്ത ഈ ഗാനങ്ങൾ കേരളമൊട്ടാകെയുള്ള ഹണി ഫെസ്റ്റിവലുകൾക്ക് മാറ്റുകൂട്ടുന്നു. കിനിയുന്ന തേൻകണവും പടരും സുഗന്ധവും, കിനിയുന്ന തേൻകണവും മിന്നാമിനുങ്ങിൻ പ്രകാശവും. ഒരു വിദ്യാലയം ലോകത്തിന് മാതൃകയാകാനുതകും വിധം അവിടുത്തെ പഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും രക്ഷാകർത്താക്കളുടെയും ഒപ്പം പിന്നാലെ വരുന്ന ഇളയ സഹോദരങ്ങൾക്ക് കൈമാറി വിട പറയുന്ന കുരുന്ന് ഹൃദയങ്ങളുടെയും സഞ്ചാരവീഥിയാണ് ഇന്ന് നൂറുമേനി നമ്മുടെ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വിദ്യാലയ പരിസരങ്ങളിൽ അങ്ങിങ്ങായി തേനീച്ചക്കൂടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. കാഴ്ചക്കാർക്ക് കൗതുകമുണർത്തി മരച്ചില്ലകളിൽ തേനീച്ചക്കൂടുകൾ തൂക്കിയിട്ടിരിക്കുന്നു. തേനീച്ചകൾ ഇവിടുത്തെ കുട്ടികളുടെ ചങ്ങാതിമാരാണ്. തേനീച്ച വളർത്തലിലൂടെ കുട്ടികൾ പ്രകൃതിയുമായി ഇണങ്ങുന്നു. ഇവിടുത്തെ കുട്ടികൾ കൃഷിയെപ്പറ്റി പഠിക്കുന്നത്
പുസ്തകങ്ങൾ വായിച്ചും മനഃപ്പാഠമാക്കിയുമല്ല, മറിച്ച് കൃഷിയിടങ്ങൾ സന്ദർശിച്ചും കൃഷിക്കാരോട് സംവദിച്ചും സ്വയം കൃഷി ചെയ്തുമാണ്. പഠനത്തോടൊപ്പം വരുമാനം. 2007 അന്നത്തെ കൃഷിവകുപ്പ് മന്ത്രി ശ്രീ മുല്ലക്കര രത്നാകരൻ വിദ്യാർത്ഥികൾക്കുള്ള സംസ്ഥാനതല തേനീച്ച കോളനി വിതരണ ഉദ്ഘാടന വേളയിൽ കേരളത്തിലെ ഏറ്റവും മധുരമുള്ള സ്കൂളെന്നാണ് പൂമംഗലം UP സ്കൂളിനെ വിശേഷിപ്പിച്ചത്. ഇപ്പോഴത്തെ കൃഷിവകുപ്പ് മന്ത്രി ശ്രീ KP മോഹനൻ ഈ കുട്ടികളുടെ കർമ്മകുശലതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു LCD പ്രോജക്ടർ അനുവദിക്കുകയുണ്ടായി. തേൻ ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാവുകളിലൊക്കെ തന്നെ വളരെ മധുരമാണ്. തേനിൻ്റെ മധുരം മറ്റൊന്നിനുമില്ല എന്നതാണ് നമ്മൾ കേട്ടതും പഴമൊഴിയുമൊക്കെ തന്നെ. അതൊരു യാഥാർത്ഥ്യവുമാണ്. പണ്ട് കാലത്ത് ഏത് മരുന്നും കുട്ടികൾക്ക് കൊടുക്കുന്നത് ഗുളിക തേനിൽ തഴച്ചു കൊടുക്കണമെന്നാണ്. തേനാണ് മേൽപ്പൊടി. ഇപ്പോൾ തേനിൽ തഴച്ചു കൊടുക്കണം എന്ന് പറയുന്നത് കലോറി കൂടാനും അതോടൊപ്പം തന്നെ ഊർജം കൂടുതലാക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് തേൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും നല്ല ഔഷധമാണ്. പ്രതിരോധ ശക്തി കൂടാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ഔഷധമാണ്. ഞാനൊരു ഡോക്ടറായതുകൊണ്ട് ആയുർവേദ വിധിപ്രകാരം പറയുന്നതല്ല, പഴയ കാലത്ത് നമുക്കൊക്കെ തന്നെ തന്നതാണ്. നമ്മുടെ ആ പഴയ കാലത്തെ സംസ്കാരമൊക്കെ തന്നെ മറന്നുപോയി. ഇപ്പോഴും നമ്മൾ ഇതിനുവേണ്ടി നെട്ടോട്ടം പോയി. നമ്മുടെ ഭൂമകാലത്തെ കുട്ടികളടക്കം ഇപ്പോൾ ഇതുണ്ടാക്കിയിട്ട് നമ്മളെ മുന്നിലെത്തിക്കുകയാണ്. അപ്പോൾ ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ പുതിയതിൻ്റെ വെളിച്ചം നൽകുകയാണ്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി PK മോളിയും PTA പ്രസിഡന്റ് ശ്രീ P രമേശിനും അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് കുട്ടികൾക്ക് നൽകുന്നത്. പൂമംഗലം എന്ന പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് പൂക്കളുടെ ചങ്ങാതിമാരായ തേനീച്ചകൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ചങ്ങാതിമാരാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നൽകിയ 50ഉം സംസ്ഥാന ഹോർട്ടികോർപ്പ് നൽകിയ 10ഉം തേനീച്ച കോളനികളുമായാണ് 2007 ഈ സംരംഭം ഇവിടെ തുടക്കം കുറിച്ചത്. 2006 ശാസ്ത്രമേളയിൽ പങ്കെടുക്കാനായി ചില വിദ്യാർത്ഥികൾ ഒരു ഗവേഷണ പ്രോജക്റ്റിനു വേണ്ടിയാണ് തേനീച്ച കൃഷി വിഷയമാക്കിയത്. കണ്ണൂർ റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിലെ ശ്രീ ഷാജു ജോസഫാണ് ഇന്ത്യൻ തേനീച്ച വളർത്തലുമായി ഈ സംരംഭത്തിന് ഹരിശ്രീ കുറിച്ചത്. ഹോർട്ടികോർപ്പിന്റെ വക ഒരാഴ്ച നീണ്ടുനിന്ന പരിശീലനവും 2 തവണ ഇവർക്ക് ലഭിച്ചു. അധ്യാപകനും പ്രോജക്റ്റ് ഗൈഡുമായ ശ്രീ N ശശീന്ദ്രൻ, അധ്യാപകനും ദേശീയ ഹരിതസേന കോർഡിനേറ്ററുമായ ശ്രീ C സത്യനാരായണൻ, ഓഫീസ് സ്റ്റാഫ് മനോജ് കുമാർ എന്നിവരുടെ പ്രോത്സാഹനം കുട്ടികൾക്ക് ആവേശം പകർന്നു. അന്വേഷിച്ച് കണ്ടെത്തിയ അറിവ് മാത്രമല്ല വിദ്യാർത്ഥികൾ പ്രായോഗികമാക്കുന്നത്. അവർ അവരുടേതായ ഭാവനയും ബുദ്ധിവൈഭവവും കർമ്മചാതുരിയും കൂട്ടിച്ചേർത്ത് സ്വന്തമായ ഒരു ശൈലി തേനീച്ച കൃഷിയിൽ നെയ്തു ചേർക്കുകയാണ്. ഏതിലും ഒരു പൂമംഗലം ടച്ച്. ഇന്ത്യൻ തേനീച്ചകൾക്ക് ഒക്ടോബർ-നവംബർ മാസങ്ങളാണ് കൂട് സ്ഥാപിക്കാൻ പറ്റിയ സമയം. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ കാലയളവിൽ തേൻ സംഭരിക്കാനാകും. 2-3 തട്ടുകളുള്ള കൂടുകളാണ് ഉപയോഗിക്കുന്നത്. ആദ്യം കൂടിന്റെ മുകൾ ഭാഗം തുറന്നു മാറ്റുന്നു. ഇതിന് 2 തട്ടുള്ളതുകൊണ്ട് ഇതിന്റെ ആദ്യത്തെ ഫ്രെയിമുകളെ ഇളക്കി ഇത് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. തേനെടുക്കുമ്പോൾ കൂടിന്റെ മേൽത്തട്ട് എടുത്തുമാറ്റി തേനടകൾ ഓരോന്നായി പുറത്തെടുക്കും. ഈച്ചകൾക്ക് നോവേൽക്കാതെ ക്ഷമയോടെ അവയെ കൂടിനകത്തേക്ക് കുടഞ്ഞിടും. തേനടയിലെ മെഴുകു സീൽ ചെത്തിമാറ്റി യന്ത്രം ഉപയോഗിച്ച് തേനെടുക്കുന്നു. ചെത്തിമാറ്റിയ തേനട തേൻ സംസ്കരണ യന്ത്രത്തിൽ വെച്ച് കറക്കുന്നു.
തേനട തിരിച്ചു വെക്കുന്നു, എന്നിട്ട് തുടരുന്നു. തേൻ എടുത്തു കഴിഞ്ഞ അട അതിലേക്ക് തിരിച്ചു വെക്കുകയാണ്. പിന്നീട് അടകൾ തിരികെ വെച്ച് കൂട് പൂർവ്വസ്ഥിതിയിലാക്കും. ഈ അട വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പുറം മൂടി ഇതിൻ്റെ മേലെ വെക്കുന്നു. എന്നിട്ടിത് നന്നായി കെട്ടുന്നു. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഡയറക്ടറായ ഡോക്ടർ കെ പ്രതാപന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. കേരളത്തിൻ്റെ വടക്ക് അറ്റത്ത് പൂമംഗലം എന്ന് പറയുന്ന ഒരു കൊച്ചു സ്കൂള്. ഈ സ്കൂളിലെ കുരുന്നുകൾ, അവിടുത്തെ കുട്ടികൾ, വിദ്യാർത്ഥിനികൾ ഒന്നു ചേർന്നുകൊണ്ട് ഒരു നൂതനമായ ഒരു ആശയമാണ് 3 വർഷത്തിന് മുന്നേ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനിൽ കൃഷി വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അന്ന് അവതരിപ്പിക്കുമ്പോൾ അതിന് ഒട്ടനവധി കടമ്പകളുണ്ടായിരുന്നു. ആ പരിപാടി കുട്ടികൾക്ക് നടത്താൻ പറ്റുമോ? ഒരു LP സ്കൂളിൽ കുട്ടികൾ അവരുടെ സ്കൂളിൽ ഈ 100ഓളം തേനീച്ച കോളനികൾ വെച്ച് സംരക്ഷിച്ച് തേൻ സംഭരിച്ച് അതിനെക്കുറിച്ചുള്ള അറിവ് മറ്റുള്ള കുട്ടികൾക്കും അതോടൊപ്പം തന്നെ നാട്ടുകാർക്കും എന്തിന് കേരളത്തിനും ഭാരതത്തിനും പകർന്നു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ അന്ന് ആശങ്കയുണ്ടായിരുന്നു. ഇന്ന് ആ നിലയിൽ നിന്ന് ദേശീയ തലത്തിൽ പൂമംഗലം സ്കൂള് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നാഷണൽ ബീ ബോർഡും ഭാരത സർക്കാരിൻ്റെ കൃഷി വകുപ്പും പൂമംഗലം സ്കൂളിലെ ഈ കുരുന്നുകൾ തുടങ്ങി വെച്ച നൂതനമായ തേനീച്ച കൃഷി സ്കൂൾ വളപ്പിൽ എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ദേശീയ തലത്തിൽ അത് മറ്റ് സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ബീ ബോർഡിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ചെറിയ തരത്തിൽ ഒരു 10-15 കൂടുകളാണ് അവർ തുടങ്ങിയത്. ഇന്ന് അവർക്ക് 100ഓളം തേനീച്ച കൂടുകളാണ് പൂമംഗലം സ്കൂളിലുള്ളത്. അതോടൊപ്പം തന്നെ അവർക്ക് ഈ ആശയം മറ്റ് സ്കൂളുകളിലേക്ക് പകർന്നു കൊടുക്കുവാനും മറ്റ് കുട്ടികളിലേക്ക് ഇത് പകർന്നു നൽകുവാനൊക്കെ വേണ്ടിയിട്ട് ഹോർട്ടിക്കൾച്ചർ മിഷൻ അവർക്കൊരു പ്രൊജക്ടറും ഒരു LCD പ്രൊജക്ടറും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുകയുണ്ടായി. അങ്ങനെ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അവർ മറ്റ് സ്കൂളുകളിലേക്ക് അവരുടെ ഈ നൂതനമായ ആശയം പകർന്നു കൊടുക്കുന്ന പ്രക്രിയ തുടങ്ങി ഒരു വലിയ തോത് വരെ അവർ വിജയിച്ചു എന്ന് വേണം പറയാൻ. അടുത്ത ഘട്ടത്തിൽ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ നൂതനമായ ചെറുതേനീച്ച കൃഷിക്ക് വേണ്ടിയിട്ട് ചെറുതേനീച്ചയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ കൂടുകൾ, അത് മുളങ്കൂടുകളല്ല, ചെറിയ PVC പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചെറിയ കൂടുകൾ ചെയ്യുന്ന ഒരു നൂതനമായ ഒരു ആശയമാണ് അവർ പങ്കിടുകയും അത് എനിക്ക് തോന്നുന്നു ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ അവാർഡ് തരത്തിൽ വരെ അത് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെ ആ പൂമംഗലം സ്കൂൾ ഇന്ന് ചെറുതേനീച്ചയുടെ കൃഷി രംഗത്തും കടന്നു ചെന്നിരിക്കുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ചെറുതേനീച്ച വളരെ ഔഷധ ഗുണമുള്ള ഒരു തേനാണ്, ചെറുതേനീച്ച ഉൽപ്പാദിപ്പിക്കുന്ന തേന്. അങ്ങനെ ആ ചെറുതേൻ വീട്ടുവളപ്പിൽ ചെറിയ മുളങ്കൂട്ടിൽ അല്ലെങ്കിൽ ചെറിയ നൂതനമായ കൂടുകളിൽ വളർത്തിയെടുക്കുക എന്നുള്ള ആശയമാണ് ഇന്നവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഓരോ വീട്ടിലും ഒരു ചെറുതേനീച്ച കൂട് എന്നുള്ള ഒരു നൂതനമായ ആശയം, അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവർ ഇന്ന് കൃഷി വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ ഒരു പദ്ധതി സമർപ്പിക്കുകയുണ്ടായി. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആദരണീയനായ കൃഷി വകുപ്പ് മന്ത്രി ഹോർട്ടിക്കൾച്ചർ മിഷൻ ഡയറക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് അംഗീകാരം തന്നിരിക്കുകയാണ്. അപ്പം ആ അനുവാദം കൂടി കൊടുത്തുകൊണ്ട് പൂമംഗലത്തിലെ കൊച്ചു കൂട്ടുകാർ, പ്രത്യേകിച്ച് സത്യനാരായണൻ മാഷ് എന്ന മാഷിൻ്റെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഘട്ടത്തിൽ അവർക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ചെറുതേനീച്ച വളർത്തലിന് പരമ്പരാഗതമായി കലം, മുള,